അല്ല ഗൈസേ, പ്രേമിച്ച പെണ്ണിൻ്റെ കല്യാണത്തിന് പോയിട്ടുള്ള അനുഭവമുള്ള ആരെങ്കിലും ഉണ്ട് ഗൈസേ? ഞാൻ അങ്ങനെ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ അനുഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്വപ്നമാണ് കേട്ടോ. ഞാനത് തീരെ പ്രതീക്ഷിച്ചതല്ല സംഭവം. സ്വപ്നം കണ്ടിട്ട് ഞെട്ടി എണീറ്റതാണ്. സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ ഏകദേശം ഒരു പുലർച്ചെ ഒരു രണ്ട് രണ്ട് മണി ടൈമിലൊക്കെ ആയിട്ടാണ് കിടക്കണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞെട്ടി എണീക്കണ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞെട്ടി എണീക്കുക പറഞ്ഞാൽ എല്ലാം കൂടി പറഞ്ഞിട്ട് ഞെട്ടി എണീക്കണം, അങ്ങനെ ഒരു സാധനമല്ല ഉദ്ദേശിച്ച്. നോക്കുമ്പോൾ പെട്ടെന്ന് കണ്ണുറക്കൂല നമ്മൾ. സംഗതി സ്വപ്നത്തിൽ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അതായത് നമ്മുടെ ബ്രദർ, നമ്മുടെ ചേട്ടനും ഉണ്ട്, നാട്ടിലെ കുറച്ച് ആൾക്കാർ, ഫ്രണ്ട്സ് പയ്യന്മാരും ഒക്കെ ഉണ്ട്. ഒരു സ്ഥലത്ത് നമ്മളൊരു പൂരത്തിന് ഉത്സവത്തിനൊക്കെ പോകില്ല, അതുപോലെ ഒരു സ്ഥലത്ത്, അതൊരു കല്യാണ വീടാണത്. നമ്മളങ്ങനെ ഒരു സൈഡിൽ പോയിട്ട് നിൽക്കുന്നു, ആൾക്കാർ ഫോട്ടോസ് എടുക്കണു, പട്ടി ഷോ കാണിക്കണ മാതിരി അങ്ങോട്ട് ഇങ്ങോട്ട് ഫോട്ടോസ് എടുക്കണമൊക്കെ ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ സംസാരിക്കണതിൻ്റെ ഇടയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരാളൊരു സാരി എടുത്തിട്ട്, ഒരു നീല സാരി എടുത്തിട്ട് ഒരു സൈഡിൽ കൂടെ ഇങ്ങോട്ട് പോയി, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത്. ആരത് ഇങ്ങനെ നോക്കുമ്പോൾ ഡബിൾ പ്രേമിച്ചാർന്നതല്ല, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്ന പെണ്ണില്ല കേസേ. ഞാനിപ്പോഴുള്ള ഒരു അവസ്ഥയിലല്ല കേട്ടോ ഞാൻ എണീറ്റപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഭയങ്കര ഷോക്ക് എന്നല്ല, മറ്റൊരു ശ്വാസം അവിടെ ലോക്കായിട്ടുള്ള അവസ്ഥ എന്താ, നമ്മൾ ഉള്ളിലാ പെടയുണ്ടാവുക, പുറത്ത് പെടയുന്നുണ്ടാവില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സാധനമല്ലേ, ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് പോകുകയെന്നല്ല, നമ്മളൊരു എങ്ങനെ പറയുന്നത്, ഒരു സ്പോഞ്ചിനെ ഞെക്കിയാണ് പിഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്താണ്. അപ്പം അതുപോലെ ഒരുത്തി ഓള് ഇങ്ങനെ പോണ്. അവൾ നമ്മളെ കണ്ടിട്ടൊന്നുമില്ല, ഇങ്ങനെ പോണു. അപ്പോൾ അവൾക്ക് തൊട്ടപ്പുറത്തെ ആൾക്കാർ എന്താണ് പറ്റി ചോദിക്കും, ഇല്ല ഒന്നുമില്ല പറയുന്നു. എന്നിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഞാൻ ഒരാൾക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഫോൺ ഞാൻ പിടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കണു. എന്നിട്ട് ഇത് എന്താ ചെയ്യേണ്ടത് അറിയാണ്ട് അന്തം വിട്ട് നിൽക്കണു. ഇത് ആരുടെയെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമല്ലോ, പറയണമല്ലോ. അങ്ങനൊരു അവസ്ഥയിൽ ഞാൻ ആ സമയത്ത് ഇല്ലാത്ത മെച്യൂരിറ്റി ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മുടെ ബ്രദറിനോട് പറയുകയാണ്, ഇത് ഒരു കാര്യം പറഞ്ഞുതരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പൊതുവെ എന്താ സീരിയസ് ആയ കാര്യങ്ങളെയും ലൈഫ് തന്നെ മാറ്റിമറിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ചിരിച്ചുകൊണ്ടാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കൽ. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഇത് രസമുണ്ട് പറഞ്ഞു. അപ്പോൾ എന്താണ് രസം, എന്താ സംഭവം എന്താ വെച്ചോ, അത് എനിക്കിഷ്ടമുള്ള പെണ്ണാണ് ഇത്. അപ്പോൾ ആ ഒരു സംഗതി ഇട്ടല്ലേ കേസ്. നമ്മളൊരു 4 വർഷമൊക്കെ ഭയങ്കരമായിട്ട് ചക്കരയും കുടുവായിട്ടൊക്കെ മൈൻഡിൽ വെച്ചൊരു സംഗതി. അതായത് നമ്മുടെ ഒരു റിലേഷൻഷിപ്പ്, ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, ഫൈനൽ ഇയർ, അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഒരു വർഷം കൂടി. ഓക്കെ, ഈ 4 വർഷത്തെ ഒരു സാധനം അവിടെ സംഭവിച്ചിട്ട് അതായത് തുടക്കം മുതൽ തന്നെ കല്യാണം കഴിക്കും എന്നുള്ളൊരു ലെവലിൽ നിന്നുകൊണ്ടുണ്ടായിരുന്ന ഒരുത്തി, അത് പൊട്ടിപ്പോയിട്ട് നമ്മുടെ ഒരു 5-6 കൊല്ലം അതിൻ്റെ ഇഫക്റ്റിൽ പോയിരുന്നു. അതായത് ഏകദേശം ഒരു 10 കൊല്ലത്തോളം അവിടെ ഓൾറെഡി പോയായിരുന്നു എന്നല്ല, നമ്മൾ മാറി എന്ത് ചെയ്യണമെന്ന് അറിയണം, അങ്ങനെ അതൊക്കെ ഒന്ന് ഹീലായി സെറ്റായിട്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് നല്ല സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉള്ള സ്ട്രഗിൾസ് പോലെ സ്ട്രഗിൾസ് ഉണ്ട് എന്ന വേറൊരു രീതിയിലുള്ള വേറെ കുറേ കാര്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരില്ല, നമ്മൾ തന്നെ ചെയ്യണം. അത് എന്ത് ചെയ്യണം എന്നറിയില്ലാണ്ട്, പ്രത്യേകിച്ച് ഫീലിംഗ് ടൈപ്പ് ഒരാണോ പെണ്ണോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നതാണ് കേസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ മാസ്കുലിൻ ഈഗോസെൻട്രിക് കുറേ കുൽസിതങ്ങളൊക്കെ ഉള്ള ഈ ലോകത്ത് നമ്മൾ ഒരു കമ്പാനിയൻ അറ്റ് എ ടൈം എന്നുള്ളത് ചിന്തിക്കുന്ന ആളുകൾക്ക് ഭയങ്കര പ്രശ്നമാണ് തോന്നുന്നത് കേസേ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് വന്നിട്ട് രണ്ടാമത് ഭയങ്കര പേടിയോടുകൂടിയൊക്കെ നിൽക്കുന്ന ആ സാധനമൊക്കെ മാറ്റിയിട്ട് കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ വേറൊരാളുടെ ഇത് കമ്പനിയാണ്. അപ്പോൾ അയാളുടെ ഏറ്റവും എന്താ പറയുക, നമ്മൾ വളരെ ജെനുവിനാണ്, അങ്ങനെ ഇതാണ് നമ്മൾ ലൈഫിൻ്റെ ഭാഗം എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര എനിക്കപ്പോൾ തോന്നിയില്ലെന്ന് വെച്ചാൽ കുറച്ചുകൂടി റാഷണലായിട്ടുള്ള തിങ്കിങ് ഒക്കെ ഉള്ള ആൾ ഇമോഷണലായിട്ടുള്ള അങ്ങനെ ഒരാളായിട്ടാണ് കമ്പനി ആവണം. ഞാൻ പുറത്ത് ഇമോഷണലായിട്ടാണെങ്കിലും എനിക്കതിങ്ങനെ പറയേണ്ടതില്ല. ഞാൻ INFP ആണ്, ഡ്രീമറാണ്. ആ ഒരു ഇതുകൊണ്ട് ആ ഒരു 4 വർഷത്തിലൊക്കെ പോയിട്ട് ഇപ്പം ഇത് 4ാമത്തെ വർഷമാണ്, 4 വർഷമായി. അപ്പോൾ അതൊരു വൺ സൈഡായിരുന്നു കേസ്. എനിക്കത് ഇപ്പോഴും അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച എന്നെ ഇഷ്ടമാണെന്നാണ്. അപ്പോൾ ചില സമയത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, ചില ആളുകൾക്ക് അല്ല, അവരങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, പാവങ്ങൾ. ഐ ഡോണ്ട് നോ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ
അങ്ങനെ ഒരു സ്വപ്നം കണ്ട് ഗൈസ്. ഞാൻ ഓളെ സ്വപ്നത്തിൽ കണ്ട് നീല സാരി, എന്താ പറയുക, നമ്മളത് ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സെക്സ് എഡ്യൂക്കേഷനിലെ മീവ് ഇല്ലേ, സെക്സ് എഡ്യൂക്കേഷനിലെ മീവ്, അതേപോലെ തന്നെ അതന്നെ എനിക്ക് ആ സെക്സ് എഡ്യൂക്കേഷൻ മീവായിട്ട് അവളെ പെട്ടെന്ന് എനിക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യപ്പെടലുണ്ട്. ഇത് കാണുമ്പോൾ എനിക്കതിൽ ഓട്ടീസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല രീതിയിലും കേട്ടോ, എല്ലാ രീതിയിലല്ല, പല രീതിയിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് ഓട്ടീസ്, അത് മീവ്. അപ്പം ഞാൻ അങ്ങനെ ഒരാൾ സാരിയൊക്കെ എടുത്തിട്ട് മുല്ലപ്പൂവൊക്കെ ഇട്ട് കല്യാണ പെണ്ണായിട്ട് വരുന്ന കാണുമ്പോൾ എനിക്കത് എങ്ങനെയൊക്കെ അത് പറയേണ്ടത് അറിയില്ല ഗൈസ്. അത് ഭയങ്കരമായിട്ട് നഷ്ടബോധമോ പൊസസീവ്നെസ്സോ, എന്നാൽ അവൾക്കൊരു നല്ല ലൈഫ് ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിലൊരു തോട്ടും, ഒരു ഫേക്കാണത്, അല്ലെങ്കിൽ ഒരുമാതിരി ഒരക്കാമലെ അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു മെച്യൂരിറ്റി നമ്മൾ കാണിക്കൂലേ, ഒലക്കാമലെ സംഭവം, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. എനിക്ക് എങ്ങനെ പറയേണ്ടത് അറിയില്ല കേസ്. ഭയങ്കരമായിട്ട് വിഷമം. കാരണം ഇതൊന്നും പ്രതീക്ഷിക്കുന്നതല്ല, വളരെ അപ്രതീക്ഷിതമായിട്ട് ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് സത്യം പറയാൻ അറിയില്ല ഗൈസ്. ഞാനത് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം ഇപ്പോൾ ഓർമ്മ വരുള്ളൂ. ഞാൻ ഈ സംഗതിയെ ഒന്ന് ഈസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അവൻ്റെ പെണ്ണിൻ്റെ കല്യാണത്തിന് വിളിച്ച് പോകാൻ പോയി ഇത്രേ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ പോയി ഇത്രേ. അപ്പോൾ പറഞ്ഞു എന്തെങ്കിലും കല്യാണത്തിന് പോകണം പറഞ്ഞു ഇത്രേ. അപ്പോൾ അവിടെ പോയപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അത്ര ഇവരെല്ലാവരും, അതായത് ഇവനും ഫ്രണ്ട്സ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവങ്ങനെ കുറേ ഭക്ഷണം ചോറിങ്ങനെ വാരി തിന്നു, പപ്പടം 3 തിന്നണമൊക്കെ ഉണ്ട് ഇത്രേ. ഏട്ടാ ഒരു പപ്പടം കൂടി തിരിയുന്നൊക്കെ. അപ്പോൾ നിനക്ക് വിഷമമല്ലടാ വെച്ചവൻ പറയണേ. വിഷമമുണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്, നല്ല ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു ഇത്രേ. അപ്പോൾ അങ്ങനെയൊക്കെ, അപ്പോൾ ആ ഒരു സംഭവം അവൻ്റെ ഒരു പെയിനൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ അവൻ അതിനെ തഗ്ഗായിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ അവന് അത്രത്തോളം ഉള്ളിൽ കൊണ്ടിട്ടുള്ള ഒരു സംഗതി ആയിരിക്കില്ല അത്. പക്ഷേ ഞാൻ ഒരാളോട് ഇടപെടുന്ന സമയത്തൊക്കെ എൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടുള്ള സംഭവങ്ങളാണത്. അപ്പോൾ എനിക്കിപ്പോൾ ഒന്നും സംഭവം വെച്ചാൽ ഒരിക്കലും മജ്ജയിലേക്കും മാംസത്തിലേക്കും ഒന്നും ആത്മാവിലേക്കും ഒന്നും ഒരു കാര്യത്തെ എടുക്കരുത്. നമ്മളൊരു ലെവലിൽ നിന്നിട്ടാണ് കാര്യങ്ങളെ നോക്കി കണ്ട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഡെവലപ്പ് ചെയ്ത് വരേണ്ട കേസ്. ഇത് വിഷയം എന്താ വെച്ചാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഇറങ്ങുകയും ചെയ്തു നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും കരിയറിലെ സ്റ്റേബിളായിട്ട് പോകാവുന്ന അടിപൊളിയായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് നമ്മളൊരു പേഴ്സണൽ സോഷ്യൽ മീഡിയ ലൈഫിലേക്ക് വരികയും അല്ലെങ്കിൽ നമ്മുടെ പാഷനേറ്റായ കുറേ സാധനങ്ങളിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന സംഗതികളൊക്കെ നഷ്ടപ്പെടും. നമ്മുടെ കയ്യിൽ കാശില്ലാത്തൊരവസ്ഥ വരും പലർക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കൂടെ ഉണ്ടാവില്ലായിരിക്കും. നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രഷർ വരും, ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും, ഫിസിക്കലായ പ്രശ്നങ്ങൾ, ഒരാളോടൊന്നും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെ ഡെയിലി റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട സാധനങ്ങൾക്ക് നമ്മൾ വല്ലാണ്ട് ബാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഇത് ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ച് പേർക്ക് കണക്റ്റ് ആവുന്നുണ്ട് എന്നാണ് ഗൈസ് എനിക്ക് തോന്നണത്. ഇത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാത്തൊരവസ്ഥ. ഇത് ഒരാളുടെ എക്സ്പ്രസ് ചെയ്യാനും പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒന്ന് പറയണോ വേണ്ടതെന്ന് തന്നെ ഡൗട്ടായിരിക്കും. അത് എനിക്കറിയില്ല ഗൈസ്.